ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇന്ത്യയിലെ നമ്പർ 1 ഹോണ്ടഡ് പ്ലേസ് ഏതാണ് എന്നാണ്. ജീവിതത്തിൽ ഒരിക്കലും പോകാൻ പാടില്ലാത്ത സ്ഥലം. ഇത് പറയുമ്പോൾ ചില പേരുകൾ നിങ്ങൾക്ക് ഓർമ്മ വരും. ഉദാഹരണത്തിന് കുണ്ടൻ ബാഗ്, ഭാൻഗഡ് എന്നിവ. പക്ഷേ ഈ കുണ്ടൻ ബാഗ് അത്ര ഹോണ്ടഡ് അല്ലെന്നാണ് ഞാൻ പറയുക. ഇനി ഭാൻഗഡിൽ ഇന്ത്യയിലെ പ്രമുഖ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായ ഗൗരവ് തിവാരി പോയിട്ടുണ്ടെങ്കിലും അവർക്കും അവിടെ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ല. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന ഈ മൂന്നാമത്തെ സ്ഥലം, ഇവിടെ പോകാൻ ആളുകൾക്ക് ധൈര്യം തന്നെ ഇല്ല. ഇവിടെ നൂറുകണക്കിന് ആത്മാക്കളൊന്നും ഇല്ല, ഒരേ ഒരു ആത്മാവ് മാത്രം. എന്നാൽ ആ ഒരു ആത്മാവിനോടുള്ള ഭയം മാത്രം മതിയാകും ആരുടെയും ഹൃദയം നിലയ്ക്കാൻ. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഹോണ്ടഡ് പ്ലേസ് ആയി കരുതപ്പെടുന്നു. നിങ്ങൾ ഈ വീഡിയോ അർദ്ധരാത്രിയാണ് കാണുന്നതെങ്കിൽ അല്പം ജാഗ്രത പാലിക്കുക. കാരണം ഇതൊരു സാധാരണ കഥയല്ല, ഇത് ഒരു ഹൊറർ അനുഭവമാണ്. കഥ ആരംഭിക്കുന്നത് തമിഴ്നാട് സംസ്ഥാനത്തിലെ ചെന്നൈ നഗരത്തിൽ നിന്നാണ്. ഇവിടെ F2 ബിൽഡിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പഴയ ബംഗ്ലാവ് ഉണ്ട്. അതിന്റെ കൃത്യമായ അഡ്രസ് ഒന്നും പറയാൻ കഴിയില്ല, പക്ഷെ അതിന്റെ ഭീകരമായ കഥ ഞാൻ നിങ്ങളോട് പറയാം. ഈ സ്ഥലത്തിന്റെ ഭയം അത് വളരെ വ്യത്യസ്തമാണ്. ഇവിടെ പോകുന്നത് അപകടകരമാണെന്ന് പലരും മുന്നറിയിപ്പ് വരെ നൽകുന്നുണ്ട്. സമീപവാസികളും അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇവിടെ നെഗറ്റീവ് എനർജി വളരെ ശക്തമാണെന്ന്. എന്തുകൊണ്ടാണ് ഈ സ്ഥലം ഇത്രയും ഹോണ്ടഡ് ആയത്? ആരാണിത് ആദ്യമായി കണ്ടത്? ഇതൊന്നും വ്യക്തമായി അറിയില്ല. പക്ഷേ അടുത്തിടെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഈ കഥ തുടങ്ങുന്നത് 2014 ചെന്നൈയിൽ താമസിക്കുന്ന വിഷ്ണു എന്ന യുവാവാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. അവൻ അവിടെ അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്തുകൊണ്ടിരുന്നു. അടുത്തിടെ അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സിനിമയുടെ ഷൂട്ടിംഗ് വാൽമീകി നഗറിൽ നടക്കുകയായിരുന്നു. ഈ ഭയപ്പെടുത്തുന്ന ബംഗ്ലാവും അതേ സ്ഥലത്തിന് സമീപമായിരുന്നു. വിഷ്ണുവിന്റെ വീട് വാൽമീകി നഗറിൽ നിന്നും ഏകദേശം ഒരു 30 മിനിറ്റ് ദൂരത്തിലായിരുന്നു. അന്ന് രാത്രി 12 മണി മുതൽ രാവിലെ ഒരു 5 മണി വരെയും അവിടെ ഒരു ഓപ്പൺ റോഡിൽ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. ഈ സമയത്ത് വിഷ്ണുവിന് അതിയായി ഉറക്കം വരികയായിരുന്നു. അവനെ ശരിയായി ജോലി ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്തു. ഡയറക്ടർ പലവട്ടം അവനെ ശാസിച്ചു. നീ എന്താണ് ചെയ്യുന്നത്? ശരിയായി ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിച്ചു. വിഷ്ണു ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞെങ്കിലും രാത്രി 12:30 ആയപ്പോഴേക്കും വീണ്ടും ശക്തമായ ശാസന അവന് കിട്ടി. അതോടെ വിഷ്ണുവിന്റെ മൂഡ് പൂർണ്ണമായും പോയി. പിന്നീട് ഡയറക്ടർ പറഞ്ഞു, അടുത്ത ഷോട്ട് 3 മണിക്ക് മാത്രമേ ഉണ്ടാകൂ, അതുവരെയും നിങ്ങൾക്ക് വിശ്രമിക്കാമെന്ന്. വിഷ്ണു ചിന്തിച്ചു, ഇപ്പൊ വീട്ടിലേക്ക് പോയാൽ പോകാനും വരാനും 1 മണിക്കൂർ പോകും. എനിക്ക് വിശ്രമിക്കാൻ കിട്ടുക 1 മണിക്കൂർ മാത്രം. അതിനാൽ സമീപത്ത് എവിടെയെങ്കിലും ഉറങ്ങുന്നതാണ് നല്ലത്. അങ്ങനെ അവൻ സമീപത്തുള്ള വീടുകൾ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. എങ്കിലും അവിടെ എല്ലാം ഇരുട്ടായിരുന്നു. ഒരൊറ്റ ബംഗ്ലാവിൽ മാത്രം ഒരു ലൈറ്റ് തെളിഞ്ഞു നിന്നു. അതല്പം പഴക്കം ചെന്ന ഒരു ശൂന്യമായ വീട് പോലെ തോന്നി. വിഷ്ണു ആലോചിച്ചു, ഒന്നകത്തേക്ക് കയറി നോക്കാം, ആരെങ്കിലും ഉണ്ടെങ്കിൽ അനുവാദം ചോദിക്കാമെന്ന്. അങ്ങനെ അവൻ അകത്ത് കടന്നപ്പോൾ വാതിൽ ഇതിനകം തുറന്ന നിലയിലായിരുന്നു. അവൻ അല്പം അകത്ത് നോക്കിയപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു സോഫയിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു. അവൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന്. അപ്പോൾ ആ പെൺകുട്ടി, അതെ അതെ വരൂ, ഞാൻ ഓരോ രാത്രിയും ഇങ്ങനെ കാത്തിരിക്കും, ഇന്ന് ആരാണ് പുതിയ ആളാ ഇവിടെ വരുന്നത് എന്ന്. വിഷ്ണു ഇത് കേട്ട് അത്ഭുതപ്പെട്ടു. എന്താണ് ഇതിലിത്ര പ്രത്യേകത? അപ്പോൾ അവൾ പറഞ്ഞു, ആളുകൾക്ക് ഇതൊരു ഭൂത ബംഗ്ലാവാണെന്നൊക്കെയാണ് തോന്നുക. പലരും ഇവിടെ ഭൂതങ്ങളെ അന്വേഷിച്ചു വരും. പക്ഷെ രാവിലെ 5 മണിക്ക് മുൻപേ എല്ലാവരും ഇവിടെ ഓടി രക്ഷപ്പെടും. വിഷ്ണു ഇപ്പൊ ചിരിച്ചു. ശരി, നിങ്ങളും ഭൂതത്തെ കാണാൻ വന്നതാണോ എന്ന് ചോദിച്ചു. അതിനവൾ ശാന്തമായി പറഞ്ഞു, അല്ലല്ല, എൻ്റെ അച്ഛൻ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി. അതിനാൽ ചിലപ്പോഴൊക്കെ ഞാൻ ഇവിടെ താമസിക്കും. ഇത് കേട്ട വിഷ്ണു, ശരി, എനിക്ക് ഉറക്കം വരുന്നു, ഞാനിവിടെ ഉറങ്ങാനാണ് വന്നത്. പക്ഷെ ഇപ്പോൾ നീ ഇവിടെ ഉണ്ടെന്നതുകൊണ്ട് എനിക്കൊരല്പം സുരക്ഷിതമാണെന്ന് തോന്നുന്നു. ഇത് കേട്ട ശേഷം ആ പെൺകുട്ടി ഒന്നും മിണ്ടാതെ നിശബ്ദമായിരുന്നു. വിഷ്ണു അങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. രാത്രി കൃത്യം 3 മണിക്ക് അവൻ കണ്ണു തുറന്നു. സമയം കഴിഞ്ഞുവെന്ന് മനസ്സിലായി. അവൻ പെട്ടെന്ന് അവിടെ നിന്നും ഓടി. ഷൂട്ടിംഗ് ലൊക്കേഷൻ ആ വീട്ടിൽ നിന്നും ഒരു 3-4 മിനിറ്റ് ദൂരത്തിലായിരുന്നു. അതിനാൽ അവൻ സമയത്ത് തന്നെ എത്തി. അവൻ തന്റെ ജോലിയെല്ലാം പൂർത്തിയാക്കി. ഏകദേശം 3:30 കഴിഞ്ഞപ്പോൾ ഷൂട്ടിംഗ് അവസാനിച്ചു. ഇപ്പോ വിഷ്ണു തന്റെ സുഹൃത്തുക്കളോടൊപ്പം സംസാരിക്കുകയായിരുന്നു. സുഹൃത്തുക്കളിൽ ഒരാൾ ചോദിച്ചു, എടാ 12 മണിക്ക് ശേഷം നീ എവിടെയായിരുന്നു? ഞങ്ങൾ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? എവിടെയും കണ്ടില്ല. ഇതിന് വിഷ്ണു പറഞ്ഞു, ഇവിടെ അടുത്തൊരു പഴയ ശൂന്യമായൊരു ബംഗ്ലാവ് ഉണ്ടല്ലോ, F2 ബിൽഡിംഗ്, ഞാൻ അവിടെ പോയി ഉറങ്ങിയെന്ന്. ഇത് കേട്ട് അവന്റെ സുഹൃത്തുക്കളെല്ലാം പെട്ടെന്ന് നിശബ്ദരായി. ഇപ്പൊ ഒരു സുഹൃത്ത് പറഞ്ഞു, ഡാ നിനക്കറിയാമോ നീ എവിടെ നിന്നാണ് വന്നത് എന്ന്? ഇതിന് വിഷ്ണുവും, അതൊരു വീട് തന്നെയല്ലേ. ഇപ്പൊ അവർ ഭയന്നുകൊണ്ട് പറഞ്ഞു, ഡാ
നീ ആ വീട്ടിൽ 5 മണി വരെ നിന്നിരുന്നെങ്കിൽ നിന്റെ മരണം ഉറപ്പായിരുന്നു. ഇത് കേട്ട് വിഷ്ണു ഞെട്ടി. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഇതിന് സുഹൃത്തുക്കൾ പറഞ്ഞു, അതെ, ഇത് സത്യമാണ്. ആ വീട്ടിൽ ആത്മാക്കളുടെ വാസമുണ്ട്. രാവിലെ 5 മണിക്ക് മുൻപ് അവിടെയുള്ള ആത്മാക്കൾ ഒരു മനുഷ്യന്റെ ആത്മാവിനെ പൂർണ്ണമായും മെൽറ്റ് ചെയ്ത് നശിപ്പിക്കും. അതായത് ജീവൻ തന്നെ പോകും. ഇത് കേട്ട് വിഷ്ണുവിന് ചിരിയാണ് വന്നത്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ അവിടെ പോയി വന്നയാളാണ്. ഞാൻ ഒറ്റയ്ക്കൊന്നും ആയിരുന്നില്ല. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എല്ലാം ലൈറ്റും ഓൺ ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒരു അനുഭവം ഉണ്ടായില്ല. ഇത് കേട്ട സുഹൃത്തുക്കൾ പറഞ്ഞു, ഞങ്ങൾ മാത്രമല്ല, ചെന്നൈ മുഴുവനും ഇക്കാര്യം അറിയാം. അവിടെ പോയവർ ജീവനോട് തിരികെ വന്നിട്ടേയില്ല. ഇത് കേട്ട വിഷ്ണു, ശരി, നമുക്കൊരു ബെറ്റ് വെക്കാം. നമുക്കിപ്പോൾ തന്നെ അവിടെ പോകാം. ഇപ്പോൾ സമയം 3:30. ഇപ്പോൾ സമയം ഒരു 3:30 4 മണി ആകുന്നു. 5 മണിക്ക് മുൻപ് ഞാൻ അകത്ത് കയറി 5 കഴിഞ്ഞ് ജീവനോടെ പുറത്തു വരാം. ഇത് കേട്ട സുഹൃത്തുക്കൾ പറഞ്ഞു, ഡാ, നീ ഇതിനകം ജീവനോടെ തിരികെ വന്നതിന് ദൈവത്തിന് നന്ദി പറ. വീണ്ടും അങ്ങോട്ടേക്ക് പോകണ്ട. പക്ഷെ വിഷ്ണു വിട്ടുകൊടുത്തില്ല. ഒരിക്കൽ പോയി നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ അവൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട F2 ബിൽഡിങ്ങിന് മുന്നിലെത്തി. ഇപ്പോൾ ആ ഭയാനക നിമിഷം എത്തി. എല്ലാവരും ആ ബംഗ്ലാവിന് മുന്നിൽ നിൽക്കുകയാണ്. വിഷ്ണു അകത്ത് കടക്കാൻ പോവുകയാണ്. വിഷ്ണു വീടിന് പുറത്ത് നിന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞു, ഞാൻ 5 മണിക്ക് ശേഷം ജീവനോടെ പുറത്തു വന്നാൽ നിങ്ങൾ എനിക്കൊരു വലിയ പാർട്ടി നൽകണം. ഇത് കേട്ട സുഹൃത്ത് പറഞ്ഞു, നീ അകത്ത് പോകുന്നതിന് തന്നെ ഞങ്ങൾ നിനക്ക് പാർട്ടി തരാം. ദയവായി നിന്റെ ജീവനെക്കുറിച്ച് നീ ചിന്തിക്ക്. പക്ഷേ വിഷ്ണു ഉറച്ചു നിന്നു. എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ജീവനോടെ തിരികെ വരും. അങ്ങനെ പറഞ്ഞ് അവൻ ആ ബംഗ്ലാവിനകത്ത് കയറി. ഇപ്പോൾ വിഷ്ണു ആ വീടിനകത്താണ്. അവൻ അകത്ത് നോക്കിയപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ലൈറ്റുകളെല്ലാം ഓൺ തന്നെയാണ്. കുറച്ചുകൂടി അകത്ത് പോയപ്പോൾ അവിടെ ആരുമില്ല. ആ പെൺകുട്ടിയും കാണാനില്ല. അവൻ 2-3 തവണ വിളിച്ചു. മുഴുവൻ ഗ്രൗണ്ട് ഫ്ലോറും തിരഞ്ഞു. പക്ഷെ അവളെ എവിടെയും കണ്ടില്ല. അപ്പോൾ അപ്രതീക്ഷിതമായി മുകളിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ആർക്കോ ശ്വാസം മുട്ടുന്നത് പോലെ, വേദന കൊണ്ട് അലറുന്നത് പോലെ. വിഷ്ണു പെട്ടെന്ന് മുകളിലേക്ക് ഓടി. അവിടെ കോറിഡോറിൽ അതേ പെൺകുട്ടി നിൽക്കുന്നു. പക്ഷെ അവൾ ഒരു ബെഡ്റൂമിന്റെ വാതിലിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. വിഷ്ണു ചോദിച്ചു, നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ എല്ലായിടത്തും തിരഞ്ഞു. നീ എന്താണ് അവിടെ നോക്കുന്നത്? അങ്ങനെ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവിടെ എന്താണെന്നറിയാൻ അവനും അകത്തേക്ക് നോക്കി. അപ്പോൾ അവൻ കണ്ടത് ഒരു സ്ത്രീ ഫാനിൽ തൂങ്ങി നിൽക്കുകയാണ്, ആത്മഹത്യ ചെയ്ത നിലയിൽ. അത് കണ്ടുകൊണ്ടാണ് ആ പെൺകുട്ടി നിൽക്കുന്നത്. വിഷ്ണു ഉടൻ ഫാനിൽ തൂങ്ങിക്കിടന്നിരുന്ന ആ പെൺകുട്ടിയുടെ നേരെ ഓടി. അവളുടെ കാലുകൾ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. അവൾ മരിക്കാതിരിക്കാൻ അവൻ എന്തൊക്കെയോ ചെയ്തു. എന്നിട്ട് അവൻ ആ പെൺകുട്ടിയെ നോക്കി വിളിച്ചു, നീ വേഗം വാ, എന്നെ ഒന്ന് സഹായിക്കെന്ന്. പക്ഷെ ആ പെൺകുട്ടി ഒന്നും പറയുന്നില്ല. അവൾ അതേപടി നിന്ന് നോക്കുകയാണ്. വിഷ്ണു വീണ്ടും വീണ്ടും വിളിച്ചു, വേഗം വാ, വേഗം വാ, ഒന്നെന്നെ സഹായിക്കെന്ന്. ഈ സമയത്ത് വിഷ്ണു ഫാനിൽ തൂങ്ങിക്കിടന്നിരുന്ന ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ടത് അതേ മുഖം, അതേ പെൺകുട്ടി. അതായത് ഇവർ രണ്ടുപേരും വ്യത്യസ്തരല്ല, ഒരാളാണ്. അടുത്ത നിമിഷം ആ 2 രൂപങ്ങളും വിഷ്ണുവിനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട വിഷ്ണു ഭയന്ന് വിറച്ചു. ഹൃദയമിടിപ്പ് വേഗത്തിൽ കൂടിയിരുന്നു. അവൻ അവിടെ നിന്ന് അലറി നിലവിളിച്ചുകൊണ്ട് താഴേക്കോടി. ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയപ്പോഴേക്കും എല്ലാം ഇരുട്ട്. നേരത്തെ കണ്ട ലൈറ്റ് ഒന്നും ഇപ്പോഴില്ല. അവൻ വാതിലേക്ക് ഓടി. പക്ഷെ വാതിൽ അടച്ചിരിക്കുകയാണ്. തുറക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ വാതിൽ തുറന്നില്ല. അവൻ തന്റെ വാച്ച് നോക്കി. സമയം 5:30. ഇപ്പോ സുഹൃത്തുക്കൾ പറഞ്ഞത് ഓർമ്മ വന്നു. 5 മണിക്ക് മുൻപ് പുറത്തേക്ക് വരണം, ഇല്ലെങ്കിൽ ആത്മാവ് നിന്നെ കൊല്ലും. ഇപ്പോൾ 5 കഴിഞ്ഞു. പക്ഷെ വാതിൽ തുറക്കാനും ആവുന്നില്ല. അവൻ വല്ലാതെ ആശങ്കപ്പെട്ടു. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യുക? അപ്പോഴാണ് പടികളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. ആരോ പതുക്കെ ഇറങ്ങി വരുന്നു. മൃദുവായ ചുവടുകൾ, ഒപ്പം ഭീകരമായ ചിരി. വിഷ്ണു തിരിഞ്ഞു നോക്കി. അതാ പെൺകുട്ടിയാണ്. പടിയിറങ്ങുകയാണ്. അവൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇപ്പോൾ അവളുടെ മുഖം മുഴുവനും മാറിയിരിക്കുകയാണ്. പച്ച നിറത്തിൽ. കണ്ണുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവൾ ചിരിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരുന്നു. ഇത് കണ്ട വിഷ്ണു അപ്പോൾ തന്നെ ബോധം കെട്ടു വീണു. അവൻ്റെ സുഹൃത്തുക്കൾ പുറത്തുനിന്ന് വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറി. അവർ വിഷ്ണുവിനെയും ആ പെൺകുട്ടിയെയും കണ്ടു. എല്ലാവരും അതിന് സാക്ഷികളായിരുന്നു. വിഷ്ണുവിനെ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ അവസ്ഥ ഗുരുതരമായിരുന്നു. ഡോക്ടർ പറഞ്ഞു ICUയിൽ ഇടണം. അങ്ങനെ ICUയിൽ അഡ്മിറ്റ് ചെയ്തു. അടുത്ത 4 ദിവസം വിഷ്ണു ഒരേ കാര്യം തന്നെ പറഞ്ഞു. രാത്രിയിൽ ഞാൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ആ പെൺകുട്ടിയുടെ ചിരി കേൾക്കുന്നു, അവൾ എവിടെയോ നിന്ന് എന്നെ നോക്കുന്നു എന്നൊക്കെ. അവൻ ഭയന്നു. ദയവായി ആരെങ്കിലും എൻ്റെ കൂടെ തന്നെ ഇരിക്കണമെന്ന്. പക്ഷെ 5-ാം ദിവസം വിഷ്ണു ഹൃദയാഘാതം മൂലം മരിച്ചു. എന്നാൽ ആ വീടിന്റെ യഥാർത്ഥ കഥ എന്താണ്? ആരാണ് ആ പെൺകുട്ടി? അവൾക്ക് എന്താണ് സംഭവിച്ചത്? ഇത് തുടങ്ങുന്നത് 2007-ലാണ്. അവിടെ ഒരു സന്തോഷമുള്ള കുടുംബം താമസിച്ചിരുന്നു.
ആ വീട്ടിൽ അനുഷ്ക എന്ന പേരുള്ള പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ മാതാപിതാക്കൾ അവളെ വളരെ സ്നേഹിച്ചിരുന്നു. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ എല്ലാ രാത്രിയും അവനെ കാണാൻ പോകും. ഒരു ദിവസം അവളുടെ അച്ഛൻ ഇക്കാര്യം മനസ്സിലായി. പക്ഷെ അച്ഛൻ അവളുടെ പ്രണയത്തിന് ഒരിക്കലും സമ്മതിച്ചില്ല. ഇപ്പോൾ അച്ഛൻ തീരുമാനിച്ചു ഈ കുഴപ്പമെല്ലാം അവസാനിപ്പിക്കാൻ അവളുടെ വിവാഹം നടത്താമെന്ന്. അങ്ങനെ വിവാഹം നിശ്ചയിച്ചു. വിവാഹത്തിന് 3 ദിവസം മുൻപ് അനുഷ്ക തൻ്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞു, ഇന്ന് രാത്രി നമുക്ക് ഒളിച്ചോടാമെന്ന്. അതിനവനും ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഇതിനുശേഷം സംഭവിക്കുന്നതാണ് ഈ മുഴുവൻ ഭീകരതയുടെയും യഥാർത്ഥ കാരണം. അനുഷ്ക രാത്രി മുഴുവനും കാത്തിരുന്നു. വീണ്ടും വീണ്ടും ഫോൺ ചെയ്ത് നോക്കി. പക്ഷേ അവളുടെ ബോയ് ഫ്രണ്ട് ഫോൺ എടുക്കുന്നില്ല. ഓരോ തവണയും കോൾ കട്ട് ചെയ്യുന്നുണ്ട്. രാത്രി 8 മണി മുതൽ രാവിലെ 5 മണി വരെ അവൾ അവനെ കാത്തിരുന്നു. എന്നാൽ രാവിലെ 5 മണിക്ക് ആ കാത്തിരിപ്പ് അവസാനിച്ചു. കാരണം അവൾ ആത്മഹത്യ ചെയ്തു. അതേ മുറിയിൽ അതേ ഫാനിൽ അവൾ തൂങ്ങി മരിച്ചു. ആ ദിവസം മുതൽ ആ വീട്ടിൽ ഒന്നും സാധാരണയായി നടക്കുന്നില്ല. മാതാപിതാക്കൾ അവളുടെ ആത്മാവിനെ കാണാൻ തുടങ്ങി. ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ കരയും, ചിലപ്പോൾ നിലവിളിക്കും. അവർക്ക് ആ വീട്ടിൽ കഴിയാൻ തന്നെ സാധിച്ചില്ല. ഒടുവിൽ അവരെല്ലാം അവസാനിപ്പിച്ച് അമേരിക്കയിലേക്ക് പോയി. പക്ഷെ നാട്ടുകാർ പറയുന്നത് എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ആ വീടിന്റെ വാതിൽ തുറക്കും, തന്റെ ബോയ് ഫ്രണ്ട് വരുന്നതും കാത്ത്. രാവിലെ 5 മണിയാകുമ്പോൾ വാതിൽ വീണ്ടും അടയ്ക്കും. ചിലർ പറയുന്നത് ആ വീട്ടിലെ ജനാലയിലൂടെ ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നത് കാണാമെന്ന്, ആരെയോ കാത്ത്. അതിലും ഭീകരമായ കാര്യം, ആ വീട്ടിൽ നിന്ന് 5 മണിക്ക് മുൻപ് പുറത്തേക്ക് വരാത്തവർ പിന്നെ ജീവനോടിറങ്ങില്ല. ചിലർ ശ്വാസം മുട്ടി മരിക്കും, ചിലർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. രക്ഷപ്പെട്ടാലും 4-5 ദിവസത്തിനുള്ളിൽ മരണമുറപ്പാണ്. അതിനാലാണ് ഈ സ്ഥലം ഇന്ത്യയിലെ ഏറ്റവും ഭീകരമായ ഹോണ്ടഡ് പ്ലേസുകളിൽ ഒന്നായി കരുതപ്പെടുന്നത്. അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേയൊരു കാര്യം, പകൽ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ കഴിയും. പക്ഷേ രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ശരിക്കും ഇപ്പോൾ പോലും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇരിക്കാം, നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട്. പക്ഷേ അതൊരു മനുഷ്യനായിരിക്കണമെന്നില്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള ഭയപ്പെടുത്തുന്ന കഥകൾ നിങ്ങൾക്കും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.